സമഗ്ര പ്ലസ് പോർട്ടലിൽ എങ്ങനെ SRG മിനിറ്റ്സ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി സമഗ്ര പ്ലസ് പോർട്ടൽ ഓപ്പൺ ചെയ്യുക. SRG കൺവീനറുടെ ലോഗിനിലും HM ലോഗിനിലുമാണ് നമുക്ക് SRG തീരുമാനങ്ങൾ ആഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ലോഗിൻ ചെയ്ത ശേഷം ഏറ്റവും താഴെയായി കാണുന്ന സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് SRG എന്നത് ക്ലിക്ക് ചെയ്യുക. അതിൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് മെമ്പർ എന്നൊരു ഭാഗം കാണാം. അതിന് താഴെ നമ്മുടെ സ്കൂളിലുള്ള എല്ലാ ടീച്ചേഴ്സിനെയും അവിടെ ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ആ ലിസ്റ്റിൽ നമ്മുടെ സ്കൂളിലെ എല്ലാവരും ഉണ്ടെന്ന് ആദ്യം ഉറപ്പുവരുത്തുക. നമ്മൾ ഈ സൈഡിലേക്ക് നീക്കുന്ന സമയത്ത് അവിടെ ആക്ഷൻസ്, അവിടെ എഡിറ്റ് എന്നും അതുപോലെ ഡിലീറ്റും കാണാൻ പറ്റും. ഏതെങ്കിലും ടീച്ചേഴ്സിൻ്റെ ഡെസിഗ്നേഷൻ മാറിപ്പോയതോ മറ്റോ ഉണ്ടെങ്കിൽ ഈ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി അതല്ല, ഒരാൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് അവരെ ഒഴിവാക്കുകയും ചെയ്യാം. ഇനി ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു ടീച്ചറെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് മെമ്പർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും സെലക്ട് മെമ്പർ ടൈപ്പ് എന്നിടത്ത് മെമ്പർ ഫ്രം എക്സിസ്റ്റിംഗ് യൂസർ സെലക്ട് മെമ്പർ, നമ്മുടെ SRG ലിസ്റ്റിൽ ഇല്ലാത്ത എന്നാൽ സമഗ്ര പ്ലസിൽ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകളെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അവിടെ നിന്നും ആ ആളെ സെലക്ട് ചെയ്യുക. അവരുടെ ഡെസിഗ്നേഷൻ നമുക്ക് കൊടുക്കാം. ശേഷം കാറ്റഗറി എന്നുള്ളിടത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കോമൺ എന്നുദ്ദേശിക്കുന്നത് LP UP അല്ലെങ്കിൽ HS അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളിൽ എല്ലാവർക്കും കൂടെ ഒരു SRG കൺവീനർ ഉള്ളുവെങ്കിൽ കോമൺ കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ LP UP HS എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ആഡ് ടു SRG ലിസ്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനെയും ഇവിടെ ആഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയാൽ നമുക്ക് പുതിയൊരു SRG ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതിനായി മുകളിലുള്ള ക്രിയേറ്റ് ന്യൂ SRG എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. കാറ്റഗറി, അക്കാദമിക് ഇയർ, ഡേറ്റ്, ടൈം തുടങ്ങിയവ കൃത്യമായി നമ്മൾ എൻ്റർ ചെയ്ത് നൽകുക. ശേഷം മെമ്പേഴ്സ് എന്ന ഭാഗത്ത് ആ SRG മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന മെമ്പേഴ്സിനെ ഇവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ഓൾ കൊടുത്താൽ എല്ലാവരെയും സെലക്ട് ചെയ്യാം. ഇനി അതല്ല, സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്ത് ചേർക്കാവുന്നതാണ്. തുടർന്ന് അക്കാദമിക മാസ്റ്റർ പ്ലാനിൻ്റെ എത്ര ശതമാനം ഇതുവരെ പൂർത്തിയായി, നമ്മളെ ആ ഒരു SRG മീറ്റിംഗ് നടക്കുന്നതുവരെ എത്ര ശതമാനം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ശതമാനം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഡിസിഷൻസ് കാണാം. നമ്മൾ ആ ഒരു SRG മീറ്റിങ്ങിൽ എത്ര ഡിസിഷനുകളാണോ എടുത്തത് ഓരോന്നും നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഡിസിഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. ഉദാഹരണമായി ജൂൺ 5 പരിസ്ഥിതി ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചു. പ്രത്യേകം പരിപാടികളുണ്ട് എന്നുണ്ടെങ്കിൽ ആ പരിപാടികളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സ്റ്റാറ്റസ് ന്യൂ എന്നാണ് ഉണ്ടാവുക. സാധാരണ SRG മീറ്റിങ്ങിലെടുത്ത തീരുമാനം നടപ്പിലാവാൻ 1-2 അല്ലെങ്കിൽ ഒരാഴ്ചയോ സമയമെടുക്കാറുണ്ട്. അത് നടപ്പിലായതിനു ശേഷം നമുക്ക് ഈ സ്റ്റാറ്റസ് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാറ്റസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇംപ്ലിമെൻറ്റഡ്, പാർഷ്യലി ഇംപ്ലിമെൻറ്റഡ്, നോട്ട് ഇംപ്ലിമെൻറ്റഡ് എന്നത് സെലക്ട് ചെയ്യാം. അതുപോലെ ഒന്നാമത്തെ ഡിസിഷൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡിസിഷൻ ആഡ് ചെയ്യാൻ ഇവിടെ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ രണ്ടാമത്തെ ഡിസിഷൻ കൊടുക്കുക. വീണ്ടും വേണമെങ്കിൽ വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ എത്ര ഡിസിഷനുകളുണ്ടോ അത്രയും പ്രാവശ്യം നമ്മൾ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം. ഇനി ഒന്ന് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ഒഴിവാകുന്നതുമാണ്. ഇനി ആ ഒരു SRG മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റുകൾ, ഫയലുകൾ, പോസ്റ്ററുകളോ മറ്റോ ഉണ്ടെങ്കിൽ PDF ഫയലായിട്ട് നമുക്കിവിടെ ചൂസ് ഫയൽ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി വല്ല റിമാർക്സും ഉണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് നൽകാം. ഇത്രയും ചെയ്ത ശേഷം സേവ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു SRG അവിടെ ആഡ് ചെയ്തു. ഇനി ക്രിയേറ്റ് ന്യൂ SRGൻ്റെ താഴെ നമ്മൾ ഇതുവരെ ആഡ് ചെയ്ത SRGകളെല്ലാം അവിടെ കാണാം. സൈഡിലേക്ക് നീക്കുന്നതിനനുസരിച്ച് നമ്മളവിടെ കാറ്റഗറി, അറ്റൻഡൻസ്, ഡിസിഷൻസ്, അറ്റാച്ച്മെൻറ്റ്, ആക്ഷൻ, പ്രിൻ്റ് എന്നീ ടാബുകളിൽ ഓരോന്നും നമുക്ക് കാണാനും സാധിക്കും. ആദ്യമായി ഡിസിഷൻസ് എന്നുള്ള ഈ വ്യൂ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡേറ്റിലെ SRGയിൽ എടുത്ത തീരുമാനങ്ങൾ അതിൻ്റെ കളർ കോഡ് അനുസരിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഡിസിഷൻ ഒന്ന് ഗ്രീൻ കളറിലാണ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റഡ്. ഇങ്ങനെ ഒരു ഡിസിഷൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഡിസിഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് അപ്ഡേറ്റ് ഡിസിഷൻ സ്റ്റാറ്റസ് എന്നത് ക്ലിക്ക് ചെയ്ത് നമുക്കവിടെ ഈ ഒരു സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ ആ റിമാർക്സ് വരെ ടൈപ്പ് ചെയ്യുകയും സേവ് എന്ന് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ അടുത്തത് അറ്റാച്ച്മെൻറ്റ്. നമ്മളെന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം. തുടർന്ന് ആക്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു SRGയിൽ നമ്മൾ കൊടുത്ത തീരുമാനങ്ങൾ, അതിൻ്റെ സ്റ്റാറ്റസ് എന്നിവയെല്ലാം എഡിറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും ഒക്കെ ഇവിടെ സാധിക്കും. അതിനുശേഷം ക്ലോസ് ചെയ്യാം. അവസാനമായി പ്രിൻ്റ് എന്ന ഭാഗം കാണാം.
പ്രിൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു SRG മിനിറ്റ്സ് നമുക്ക് PDF ഫയലായി ലഭിക്കുകയും അത് പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതുമാണ്. ഇത്രയുമാണ് ഒരു SRG സമഗ്ര പ്ലസ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ. ഇതിൽ ഓരോന്നും കൃത്യമായി പരിശോധിച്ച് കൃത്യമായി ചേർക്കേണ്ടതാണ്. ഒരു SRG മിനിറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല.